ഇത് നിഷേധിക്കാനായിട്ട് ധൈര്യമുള്ളവൻ എൻ്റെ മുന്നിൽ വരണം. യുക്തിവാദിയായാലും എന്നെ ഒന്ന് കണ്ടാൽ തൊഴുതിട്ടേ പോകും. എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ പ്രപഞ്ചത്തിൽ എന്തൊരു വേണമെങ്കിലും മനുഷ്യനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. പറ്റി. എന്ത് നോക്കിയാലും പ്രകാശം കൂടുന്ന ചേട്ടനാണോ? എന്ത് നോക്കിയാലും അതായത് ഇരിക്കുന്ന പ്രകാശം കൂടുന്നു. ഞാൻ കൂട്ടുന്നതല്ല, ഞാൻ പറയുന്ന വാക്കിൽ നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. എന്ത് നോക്കിയാലും കൂടുമോ പ്രകാശം? കൂട്ടാൻ പറ്റും. അതായത് ബൾബ് പോലെ വേറെ വെളിച്ചം ഈ തറയില് ഇപ്പൊ ഇവിടെ ഉള്ള വെളിച്ചം കൂടാൻ പറഞ്ഞു, ഇതിപ്പം കൂടും നോക്കിക്കണം. ഇതിന്റെ വെളിച്ചം കൂടണം. നിങ്ങൾ ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയെന്നാ അത് ഇവിടെ ഇരുന്ന് വന്നാൽ അതിലടിക്കും. അല്ല, എന്ത് നോക്കിയാലും പ്രകാശം കൂടും. അതായത് നമ്മൾ തീരുമാനിച്ചാലേ കൂടുള്ളൂ. ഒന്ന് തീരുമാനിക്കാതെ ആണെങ്കിൽ ഒരു ദിവസം നമ്മൾ കണ്ടത് രണ്ടാമത്തെ ദിവസം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പൊ ചേട്ടാ എന്തിലൊക്കെ നോക്കി എന്തൊക്കെ പ്രകാശം കൂടും? എന്തിലൊക്കെ കൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ മാജിക് പോലെ കാണിക്കുന്നതാണ്. മനസ്സിലായ? ചന്ദ്രന്റെ പ്രകാശം കൂട്ടുമോ? പറ്റും. സൂര്യന്റെ പറ്റും. മനുഷ്യന്റെ ഉണ്ട്. ട്യൂബ് ലൈറ്റിന്റെ ഉണ്ട്. എല്ലാം ഒരു സെക്കൻഡേ ഉള്ളൂ. കാരണം ആ സെക്കൻഡിൽ നിങ്ങൾ കണ്ടോളണം. ഒരുപാട് നേരം കൂട്ടാനായിട്ടുള്ള ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് ഒരു ശതമാനത്തിന്റെ പവറിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടല്ല എൻ്റെ കാര്യം. എൻ്റെ ഇത് ദേവിക്ക് അമ്പലം പണിയാനായിട്ട് ദേവി തന്ന ഒരു അത്ഭുത സിദ്ധിയാണ്. എന്ത് നോക്കിയാലും കൂടും. എന്ത് കൂട്ടുന്നതേ വരുന്നുള്ളൂ, കുറയ്ക്കണതില്ല. കുറയ്ക്കണതാണെങ്കിൽ ഒന്നും ഇല്ല. ഏത് പക്ഷെ ഇരുട്ടായിട്ട് കൂട്ടാൻ പറ്റും. അത് പറ്റും. അപ്പൊ അത് ഞാൻ നോക്കി. പിന്നെ ചെറുതായിട്ട് ഈ റൂം മൊത്തം ഇരുട്ടായിരിക്കണം. ചെറിയ വെളിച്ചം അത് വലുതായിട്ട് വെളിച്ചാക്കാൻ പറ്റുന്ന പോസ്റ്റിലുള്ളത് ഇവിടെ ഇരുന്ന് കൊണ്ട് കൂട്ടാൻ പറ്റും. ഈ ദൂര സ്ഥലത്തുള്ള വീടിന്റെ പ്രകാശം കൂട്ടാൻ പറ്റും. ദൂര സ്ഥലത്ത് എത്ര വേണമെങ്കിൽ എയർപ്ലെയിനിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ പേപ്പറൊക്കെ അയക്കാൻ കേട്ടോ. എയർപ്ലെയിനിൽ കൂട്ടിയിട്ടുണ്ടോ? പറ്റി. ആ ലൈറ്റിന് കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. പൈലറ്റ് വിളിച്ചു പറഞ്ഞു പ്രകാശം കുറവാന്ന് പറഞ്ഞായിരുന്നോ? അല്ല, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുറത്തല്ലേ വെളിച്ചം കൂട്ടാം. പൈലറ്റ് വിളിച്ചറിയാ പുറത്ത് ഇരുന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ എത്ര ദൂരത്തുള്ള വീട്ടിലും കൂട്ടാൻ പറ്റും. എത്ര വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ. ഈ ഫാനിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റുമോ? എവിടെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കൊടുങ്ങല്ലൂരമ്മയുടെ ഒരു ചങ്കാണിത്. ഈ ചങ്കിലിരുന്നാണ് ദേവിയുടെ അത്ഭുതമായിട്ടുള്ള സിദ്ധി വരുന്നത്. ഈ പൂവൊന്ന് വാടിയ പൂവൊന്ന് ശരിയാക്കാൻ പറ്റുമോ? വാടിയപ്പൂ ഇപ്പം ഞാൻ എടുക്കാം. ഈ പൂ ഇതിപ്പം നിങ്ങളെ കയ്യിൽ തരികയാണ്. ഇതാ നിങ്ങളിത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കുക. ഈ പൂ കയ്യിലെടുക്കുക, വാങ്ങിക്കാം. നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കാത്ത ടച്ച് ചെയ്ത് നോക്കുക, പിടിച്ചു നോക്കുക, അറിയാലോ? ഇല്ലല്ലോ, നിങ്ങളെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇപ്പൊ വിരിയും. ഇത് വിരിയണത് ഇത് കാണാം. ടച്ച് ആവുന്നില്ലേ? ഇതാ ഫ്രഷ് ആവുന്നില്ലേ? അണ്ണന്റെ നോട്ടം കിട്ടുമ്പോൾ വിരിയുന്നുണ്ട്. കണ്ടില്ലേ? ഇത് തന്നെ പൂക്കടയിലൂടെ പോയാൽ പൂ വിരിയും. അമ്പലത്തിൽ പോയാൽ ദൈവങ്ങളുടെ വിഗ്രഹം നല്ല തിളങ്ങി വരും. പൂവൊക്കെ നല്ല ഇതായി വരും. വെളിച്ചം ഇത് ഈ പൂ വിരിയുന്നത് കാണാം. ഇതാ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുമല്ലേ? പൊങ്ങി ഇതായി വരുന്നത് നോക്കുമ്പോ എനർജി ഇതാ വരണേ. വരുമ്പോ ഇത് വരും. ഇതെങ്ങനെ കണ്ണിന് പവർ എത്ര കിട്ടിയത്? എങ്ങനെ പവർ കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു ചെറുതായിട്ട് നമുക്ക് ഇത് മനസ്സിലായപ്പോൾ ഞാൻ 4 മാസം കൊണ്ട് ഇത് റിസർച്ച് നടത്തി. അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്തെടുത്ത് ആ ഒരു ഇത് പ്രത്യേകത എനിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പറ്റിയത്. ഡോക്ടർമാരൊക്കെ അംഗീകരിച്ച കണ്ണാണോ? അത് എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. കണ്ണ് അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ അത് ഭയങ്കര പ്രകാശമായിട്ട് വരും. എന്ത് കാര്യം മോട്ടർ ഫാൻ എല്ലാം കൂട്ടുന്നു, എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഈ പ്രപഞ്ചത്തിൽ എന്തൊരു വേണമെങ്കിലും മനുഷ്യനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. മനുഷ്യൻ്റെ അസുഖങ്ങൾ കാര്യങ്ങൾ പല സംഭവങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതിലുണ്ട്. പക്ഷെ അത് അതിൻ്റെതായിട്ട് ആൾക്കാർ വരുമ്പോഴേ ഇതൊക്കെ സത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. നോട്ടം കൊണ്ട് എന്തും. പക്ഷെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ദൈവത്തിൻ്റെ ഒരു ലിസ്റ്റുണ്ട്. അത് മനസ്സിലാക്കിയാണ് ഞാൻ ഇത് പറയുന്നത്. അത് നമ്മളെ മുന്നിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സെക്കൻഡിൽ അറിയും. അത് അങ്ങനെയാണ് ഞാൻ ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ പവർ കൂട്ടാൻ പറ്റും. ലൈറ്റിന്റെ ബ്രൈറ്റ് ആവാൻ പറഞ്ഞു. ബ്രൈറ്റായി ഇത് തെളിഞ്ഞ് പ്രകാശം കൂടാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മതി. അത് നോക്കിയാൽ എടുത്തോണ്ടിരുന്നാൽ മതി. വരും. ഇങ്ങനെ നോക്കിയാൽ മതിയോ? നോക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ. എനർജി അവിടെ നമ്മൾ കൊടുക്കുന്നു. ആ തിരിയിലൂടെ എണ്ണ വലിഞ്ഞു കയറി വന്ന് തെളിച്ചു. ഇത്രയും പവറാണുള്ളത്. ഇതാ കാണുന്നുണ്ട്. ഇത് നല്ല വെള്ള കളർ. ഇപ്പൊ റെഡ് ആവാൻ പറയാണ്. റെഡ് ആവും. റെഡ് ചുവന്ന കളറിൽ വരും. ആ പൂക്കളെല്ലാം തനി ചുവപ്പാവും. ബ്രൈറ്റ് ആവും. ഇത് വെളിച്ചായിരിക്കുന്നവർ അറിയാം. വൈകുന്നേരം ഭയങ്കരമായിട്ട് അറിയാം. വൈകുന്നേരം ആൾക്കാർ വരുന്നുണ്ട്. ഈ ട്യൂബ് ലൈറ്റോ ചെയ്യാൻ പറ്റും? ട്യൂബ് ലൈറ്റ് കംപ്ലീറ്റ് കൂടി കിടക്കണം. അപ്പോൾ കൂടി കിടന്നാൽ അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്
നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ അത്യാവശ്യം ലൈറ്റ് ഇല്ലാത്ത തിരുവനന്തപുരം നഗരമൊക്കെ നന്നായിട്ട് പ്രകാശിപ്പിക്കാൻ പറ്റുമോ? കൂടുതൽ കറണ്ടേ ഇല്ലെങ്കിൽ ഇരുട്ട് കൂടുതലാക്കാം. ഇരുട്ട് കൂടുതലാക്കാൻ പറ്റും. മനസ്സിലായി? എന്തെന്നാൽ ഏത് കൂടുതലും അതേ ആവുള്ളൂ. ഒരു മനുഷ്യന്റെ കളർ ഇതാണെങ്കിൽ അത് കൂട്ടാൻ പറ്റും. വെളുത്ത ഒരു ആളുടെ കളറാണെങ്കിൽ അത് കൂട്ടാൻ പറ്റുമോ? അത് വെളുത്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. കറക്കുന്ന ആൾ കറക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഇത് ഒരു എനർജി അവരുടെ ശരീരത്തിൽ കയറുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കും. പിന്നെ നമ്മളെ മുന്നിൽ വരുന്ന ആളുടെ മനസ്സ് എങ്ങനെയാണോ എന്നുള്ളതാണ് അത്. അപ്പം അവർക്ക് അത് മനസ്സിലാവും ഇത് സത്യമാണോ ഇല്ല എന്നുള്ളത്. ഇതിൽ വിശ്വാസം അവർക്കുണ്ടെങ്കിൽ ഇതിന്റെ പവർ കൂട്ടിയില്ലേ? ഇച്ചിരി കൂടി അത് കൂടിച്ചല്ലേ ഇപ്പം കയറിയില്ലേ? കയറുന്നുണ്ടല്ലോ. ഈ സൗണ്ട് കൊണ്ടും കയറണം. പിന്നെ കാറ്റൊന്നും അടിക്കാതെ ചിലപ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കും, ആനങ്ങാതെ സ്റ്റഡിയാ നിൽക്കും. നമ്മളിത് ഒരുപാട് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്ത് ഇത് കറക്റ്റാണ്, ഇത് നിഷേധിക്കാനായിട്ട് ധൈര്യമുള്ളവൻ എൻ്റെ മുന്നിൽ വരണം. അത് ഞാൻ പറയാം. ധൈര്യമുള്ള ആൾക്കാരുണ്ട്, സയൻറ്റിഫിക് ആയാലും ശരി, ഏത് ആൾക്കാരായാലും യുക്തിവാദിയായാലും എന്നെ ഒന്ന് കണ്ടാൽ തൊഴുതിട്ടേ പോകുള്ളൂ. അങ്ങനെ കുറേ സംഭവം നടന്നു. ഈ ചുവപ്പ് പട്ടിന്റെ കളർ കൂട്ടാൻ പറ്റുമോ? അത് കൂടുതൽ കടുക്കാനായിട്ട് പറയാം. കടുക്കും, നോക്കി കടുക്കുന്നില്ലേ? കടുക്കും നോക്കിയാൽ അറിയാം. കുറച്ച് ഇരുണ്ട ഇത് വരും. ഇതാ ഇത് ഇത് വരും എന്തുവാണെങ്കിലും. ഈ സൂര്യന്റെ ചന്ദ്രന്റെ ഒക്കെ പ്രകാശം കൂട്ടാൻ പറ്റുമോ? അത് വൈകുന്നേരം ആണെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഉള്ളതിൽ നമുക്ക് ഇപ്പം കണ്ടതേ പറ്റുള്ളൂ. ആകാശത്ത് മേഘം എങ്ങനെയാണോ അതിലെന്തെങ്കിലും വരുമെങ്കിൽ നമ്മൾ അതിന് ഇത് നോക്കും, സെൻസ് ചെയ്യും. ഇത് പറ്റുമെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ചുവന്ന സൂര്യനാണെങ്കിൽ ചുവന്ന് കൂട്ടാൻ പറ്റും. അത് കൂടുതൽ തിളങ്ങുന്നത് കാണാൻ പറ്റും. ഇപ്പൊ സൂര്യന്റെ കൂട്ടാൻ പറ്റുമോ? ഇപ്പോൾ ഉള്ളത് വൈറ്റ് അല്ലേ, അത് കൂട്ടാൻ പറ്റുമോ? അത് നമ്മളിപ്പം കണ്ടുവരുന്നത്. ജസ്റ്റ് ഒന്ന് അതായത് എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഫീൽ ആവുകയാണ്. മനസ്സിലായ? മറ്റൊരിടത്ത് ഈ വെളിച്ചം ചിലപ്പോൾ അതേ നോർമലേ ഇരിക്കുള്ളൂ. ഞാൻ ഇവിടെ നിന്നിട്ട് കൊല്ലത്തിലൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ വേറെ ഇവിടെ വേറെ. മനസ്സിലായ? എൻ്റെ മുന്നിൽ വരുന്ന ആൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ട് ഇത് വരണതാണ്. ഇപ്പൊ ചില സമയത്ത് മഴയുള്ള സമയത്ത് സൂര്യന്റെ പ്രകാശം കുറവാണല്ലോ, അപ്പൊ കൂട്ടാൻ പറ്റുമോ? മേഘം തടയാൻ പാടില്ല. വെളിച്ചം നല്ല സൂര്യപ്രകാശത്തിന്റെ വെളിച്ചം കൂടും, നല്ല പ്രകാശം കൂടും. നോക്കിയിട്ടായിരുന്നാൽ മതി. ഇപ്പൊ നോക്കണം, അവിടെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുക്കുക. ഞാൻ നോക്കുന്ന ഇതിൽ പ്രകാശം കൂടും, എനർജി കൂടും. ഇപ്പോൾ കൂടുന്നുണ്ടല്ലേ? കൂടി നമുക്ക് തറയിൽ ഇങ്ങനെ അറിയാൻ പറ്റും. കുറച്ചേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ പവർ വേറൊരു ഇതുണ്ട്. ഈ പവർ പ്രകാശം കൂട്ടുന്ന പവർ നേരെ സൂര്യനെ നോക്കി പോകാൻ 1 മിനിറ്റ് ഞാൻ പറയുന്നുണ്ട്. 1 മിനിറ്റ് അല്ല, ഒരു 5 സെക്കൻഡ് പറയുന്നുണ്ട്. ഇതിപ്പോൾ നേരെ പോകണം സൂര്യനേക്ക്, അപ്പം പ്രകാശം കൂടും. ഇതാ കൂടി വരുന്നുണ്ട്. ഈ എനർജിയാണ്. ഈ ഇലയുടെ കൂട്ടാൻ പറ്റുമോ? അത് പറ്റും. പിന്നെ വേറെ ഒന്ന്, ആകാശത്ത് ഇപ്പം മേഘമില്ല, ഇത് കംപ്ലീറ്റും വെളിച്ചം കൂടാനായിട്ട് പറയാണ്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ഈ കാണുന്ന ലൊക്കേഷൻ അത്രയും വെളുത്ത് വരും. ഇപ്പോൾ സെക്കൻഡിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ ആവും. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ ഇത് ആയിക്കൊണ്ട് വരും. ഇത് നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ആയിട്ടുണ്ടെന്നോ അല്ലേ? ആയിക്കൊണ്ടിരിക്കണം. അവിടെ നിങ്ങൾ നോക്കുമ്പോൾ അത് നേരത്തെ ഇരുണ്ടിരുന്നപ്പോൾ ബ്രൈറ്റ് ആവും. ഇത് വെച്ച് കംപ്ലീറ്റ് തെളിഞ്ഞ് വരും. ഞാൻ ഏരിയയിൽ ആൾ വെച്ചിട്ടുണ്ട്. അവരെന്തെന്നാ ഞാൻ വിളിച്ചു പറഞ്ഞ് അവർക്ക് നോക്കിയാൽ ചെയ്യാൻ പറ്റും. വിളക്കിൽ ദീപത്തിൻ്റെ പ്രകാശം കൂടുന്നുണ്ട്, ഡയറക്റ്റായിട്ട് കാണാൻ പറ്റും. അത് വന്ന് കാണണം. ഇതാ കൂടുന്നുണ്ട്, ബ്രൈറ്റ് ആവുന്നുണ്ട്. ഇതാ നേരത്തെ കലിപ്പം കൂടുന്നുണ്ട്. അത് കുറച്ച് നേരം ആവും. നമ്മൾ തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് ആവാൻ വേണ്ടി. സെൻട്രലുള്ളത് ഭയങ്കര ഇതാവണുണ്ട്. സെൻട്രൽ കണ്ടല്ലേ?